ഗാസയിൽ റംദാൻ മാസത്തിന് മുമ്പ് വെടിനിർത്താനായി അമേരിക്ക ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നതായി റിപ്പോർട്ട്. പലായനം ചെയ്തവർക്ക് വടക്കൻ ഗാസയിലേക്ക് തിരിച്ചുപോകാൻ അവസരമൊരുക്കണം എന്നതാണ് ഹമാസിന്റെ പ്രധാന ആവശ്യം. വടക്കൻ ഗാസയിലേക്ക് യുഎന്നിന്റെ ഭക്ഷണ വിതരണം പോലും ഇസ്രയേൽ തടയുന്നതിനാൽ പട്ടിണി മരണങ്ങൾ വർദ്ധിക്കുകയാണ്. US, ഈജിപ്ത്, ഖത്തർ എന്നീ രാജ്യങ്ങൾ മുന്നോട്ടുവെച്ച് വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ഹമാസിനും ഇസ്രയേലിനും മേൽ സമ്മർദ്ദമേറുകയാണ്. ബന്ദികളെ വിട്ടുനൽകുന്നതിന് പകരമായി 40 ദിവസത്തെ വെടിനിർത്തൽ എന്നതാണ് മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ടുവെച്ച നിർദ്ദേശം. റംദാനിൽ യുദ്ധം തുടരുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാതെ ബന്ദി കൈമാറ്റമില്ല എന്ന നിലപാടിലാണ് ഹമാസ്. ഒപ്പം വടക്കൻ ഗാസയിൽ നിന്ന് പലായനം ചെയ്തവർക്ക് തിരിച്ചുവരാൻ അവസരം ഒരുക്കണമെന്നും ഹമാസ് പറയുന്നു. പക്ഷേ ഇതിനെയെല്ലാം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എതിർക്കുന്നു. യുഎന്നിന്റെ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ വാഹനങ്ങൾക്ക് വടക്കൻ ഗാസയിലേക്ക് ഇസ്രയേൽ പ്രവേശനം നിഷേധിക്കുന്നതിനാൽ പട്ടിണി മരണങ്ങൾ കൂടുകയാണ്. കടൽമാർഗം UAE ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിനെ തടയില്ലെന്ന് ഇസ്രയേൽ അറിയിച്ചു. അടിയന്തര ചികിത്സയ്ക്കായി 8000-ലധികം ആളുകളെ ഗാസയ്ക്ക് പുറത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിനിടെ ഗാസയിൽ വെടിനിർത്തലിനുള്ള കെയ്റോ ചർച്ചയിൽ ഇനിയും ഒരു തീരുമാനമെടുക്കാൻ ഇസ്രയേലിനോ ഹമാസിനോ കഴിഞ്ഞിട്ടില്ല. അതിനാൽ തീരുമാനമാകാതെ 3-ാം ദിവസത്തിലേക്കും നീണ്ടു. US, ഈജിപ്ത്, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ഞായറാഴ്ച ആരംഭിച്ച ചർച്ചയിൽ 40 ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രയേൽ സമ്മതിക്കുമെങ്കിൽ 40 ബന്ദികളെ മോചിപ്പിക്കാമെന്ന നിർദ്ദേശമാണ് ഹമാസ് മുന്നോട്ട് വെച്ചത്. ഗാസയിൽ ശേഷിക്കുന്ന 100-ലേറെ തടവുകാരുടെയും വിട്ടയക്കണമെങ്കിൽ സ്ഥിരമായ വെടിനിർത്തലും ഇസ്രയേൽ സൈന്യത്തിന്റെ പിന്മാറ്റവുമാണ് ഹമാസ് ആവശ്യപ്പെടുന്നത്. ഇസ്രയേൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് അംഗങ്ങൾ പറയുന്നു. ഈ നിർദ്ദേശങ്ങൾ ഇസ്രയേലിന് സ്വീകാര്യമല്ലെന്നാണ് വിവരം. എന്നാൽ ഗാസയിൽ ജീവനോടെയുള്ള ബന്ധുക്കളുടെ വിവരങ്ങൾ കൈമാറാൻ ഹമാസ് തയ്യാറാകാത്തത് ഇസ്രയേലിനെ പ്രകോപിപ്പിക്കുന്നുമുണ്ട്. കെയ്റോ ചർച്ചയിൽ ഇസ്രയേൽ പങ്കെടുത്തിരുന്നില്ല. അടുത്തയാഴ്ചയോടെ റംദാൻ വ്രതം ആരംഭിക്കാനിരിക്കെ ഇസ്രയേലുമായി ചർച്ച തുടരുമെന്നാണ് മധ്യസ്ഥ രാജ്യങ്ങൾ പറയുന്നത്. 5 മാസത്തേക്കടുക്കുന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധം പുണ്യ റംദാനിൽ തുടരില്ലെന്ന പ്രതീക്ഷയിലാണ് അറബ് ലോകവും. കഴിഞ്ഞ 24 മണിക്കൂറിന്റെ ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസയിൽ 97 പലസ്തീനുകൾ കൊല്ലപ്പെട്ടു. 123 പേർക്ക് പരിക്കേറ്റു. ഇതുവരെ ഗാസയിൽ 30,631 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. പരിക്കേറ്റവരുടെ എണ്ണം 72,043. പലസ്തീനിലെ UN ഏജൻസിക്ക് സഹായം നൽകുന്നത് ഇന്ത്യ പരിഗണിക്കുന്നുണ്ടെന്ന് UN പ്രതിനിധിയും പറഞ്ഞു. ഗാസ മുനമ്പിലെ 23 ലക്ഷം ജനങ്ങളിൽ 75% പേരും ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് പലായനം ചെയ്തവരാണ്. അതേസമയം ഗാസയിൽ വെടിനിർത്തലിന് ഹമാസ് തന്നെ തീരുമാനിക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. ചർച്ചകൾ തുടരാൻ ബൈഡൻ ഖത്തറിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ വെടിനിർത്തൽ കരാറിന് മുമ്പ് ബന്ദിമോചനം സാധ്യമല്ലെന്ന നിലപാടിലാണ് ഹമാസ്. ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ വൈകിയാൽ ആയിരങ്ങൾ മരിക്കുമെന്നും UN ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി. കെയ്റോയിൽ തുടരുന്ന മധ്യസ്ഥ ചർച്ചകൾ എങ്ങുമെത്താത്ത സാഹചര്യത്തിലാണ് കരാറിന് തടസ്സം നിൽക്കുന്നത് ഹമാസ് ആണെന്ന ബൈഡന്റെ കുറ്റപ്പെടുത്തൽ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.